പത്തരമാറ്റ് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. ചന്തുമോളെ ഉറക്കിയതിനു ശേഷം ആദർശ് നയനയെ ഓർത്ത് അസ്വസ്ഥനായി. അവൾ കൂടെ ഇല്ലെന്ന സത്യം അവനെ വല്ലാതെ അലട്ടിയിരുന്നു. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അവൻ ഒടുവിൽ ഫോൺ എടുത്തത് നയനയെ വിളിച്ചു. ഫോണിന്റെ മറുതലക്കൽ നയനയുടെ ശബ്ദം കേട്ട ഉടനെ തന്നെ ആദർശ് തന്റെ മനസ്സ് തുറന്നു. നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു സമാധാനവുമില്ല നയന. ചന്തുമോളെ ഉറക്കി, പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? ഒരു ദിവസം നിൽക്കാനല്ലേ പോയത്, എന്നിട്ട് എന്താ ഇങ്ങോട്ട് വരാത്തത്? ആദർശിന്റെ ശബ്ദത്തിൽ പരാതിയും പരിഭവവും നിറഞ്ഞിരുന്നു. അത് കേട്ട് നയന സൗമ്യമായി പറഞ്ഞു, ആദർശേട്ടാ, എനിക്കും വരണമെന്നുണ്ട്. പക്ഷേ ഇവിടെ അച്ഛനും അമ്മയും ആകെ വിഷമത്തിലാണ്. നന്ദുവിന്റെ വിവാഹം മുടങ്ങിയതും അഭി ജയിലിലായതും എല്ലാം ചേർന്ന് വീടാകെ മൂകതയാണ്. നവ്യേച്ചിയാണെങ്കിൽ പഴയതുപോലെ കൂടുതൽ ശത്രുതയിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. ഈ സാഹചര്യത്തിൽ അച്ഛനെയും അമ്മയെയും ഒന്ന് ആശ്വസിപ്പിക്കാമെന്ന് കരുതിയിട്ട് 2 ദിവസം കൂടെ ഇവിടെ നിൽക്കാൻ ഞാൻ തീരുമാനിച്ചത്. അതിൽ ആദർശേട്ടന് എന്തെങ്കിലും വിഷമമുണ്ടോ? നയനയുടെ ചോദ്യത്തിന് ആദർശ സ്നേഹത്തോടെ മറുപടി നൽകി. എനിക്കതിലൊന്നും ഒരു കുഴപ്പമില്ല. നീ അവിടെ നിൽക്കുന്നത് അവർക്കൊരു ആശ്വാസമാണെങ്കിൽ അത് നല്ല കാര്യമല്ലേ. പക്ഷേ നീയില്ലാതെ വീടും മുറിയും എനിക്ക് വല്ലാത്തൊരു ശൂന്യതയാണ്. നീ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാമായിരുന്നു. ആദർശിന്റെ വാക്കുകളിലെ സ്നേഹം തിരിച്ചറിഞ്ഞ നയന പറഞ്ഞു, സാരമില്ല ആദർശേട്ടാ, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ആദർശേട്ടന് അത്ര വിഷമമാണെങ്കിൽ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നോളൂ. ഞാൻ കൂടെ വരാമെന്ന് പറയും. ദേവയാനിക്കും നയന ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ വിഷമമാണെന്നും ആർക്കും ഉറക്കം വരുന്നില്ലെന്നും ആദർശ് കൂട്ടിച്ചേർത്തു. പരസ്പരം ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞതിന് ശേഷം അവർ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു. നയന ഫോൺ വെച്ചതിന് പിന്നാലെ കനകദുർഗ ഒരു ഗ്ലാസ് പാലുമായിട്ട് മുറിയിലേക്ക് കടന്നു വന്നു. ആദർശുമായിട്ടുള്ള സംഭാഷണത്തെക്കുറിച്ച് നയന അമ്മയോട് പറഞ്ഞു. ആദർശേട്ടൻ ഞാൻ അവിടെ ഇല്ലാത്തത് കൊണ്ട് ആകെ വിഷമത്തിലാണമ്മേ. ഉറക്കം വരുന്നില്ലെന്നാ പറഞ്ഞത്. അത് കേട്ട് കനകദുർഗ വാത്സല്യത്തോടെ പറഞ്ഞു, മോളിങ്ങനെ വിശേഷമായിരിക്കുന്ന സമയമല്ലേ, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റുള്ളൂ. അതുകൊണ്ടല്ലേ 2 ദിവസം ഇവിടെ വന്ന് നിൽക്കാനൊക്കെ പറഞ്ഞത്. നീ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കും അത് വലിയൊരു ആശ്വാസമാണ്. പക്ഷേ നയനയുടെ മനസ്സ് അനന്തപുരിയിലായിരുന്നു. മിക്കവാറും ആദർശേട്ടൻ നാളെ രാവിലെ തന്നെ വരും അമ്മേ. എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല. അവിടെ അമ്മക്കും ആകെ വിഷമമാണ്. അമ്മക്ക് എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിത്തരാനും എൻ്റെ കൂടെ ഇരിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. നയനയുടെ വാക്കുകൾ കേട്ടപ്പോൾ കനകദുർഗക്ക് എതിർക്കാൻ തോന്നിയില്ല. അവർ വന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ മോള് പോയിക്കോളൂ. ഏതായാലും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, അത് മാത്രം മതി എനിക്ക് സമാധാനിക്കാൻ. എന്നാൽ സംഭാഷണം നവ്യമോളിലേക്കും പിന്നെ അബിയിലേക്കും തിരിഞ്ഞപ്പോൾ കനകദുർഗയുടെ മുഖം മങ്ങി. നവ്യമോളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് നെഞ്ചു നീറുന്നത്. ആ അബി, അവന്റെ സ്വഭാവം ഒന്ന് നല്ലതായിരുന്നെങ്കിൽ നിന്നെ പോലെ അവളും സന്തോഷമായി ജീവിച്ചേനെ. ഇതിപ്പോ അവൻ അത്യാഗ്രഹം കാണിച്ച് എല്ലാം നശിപ്പിച്ചല്ലോ. അമ്മയുടെ വിഷമം കണ്ട് നയന പറഞ്ഞു, അവന്റെ സ്വഭാവത്തിൽ ഇനി ഒരു മാറ്റവും ഉണ്ടാവുന്നുവെന്നും എനിക്ക് തോന്നുന്നില്ല അമ്മേ. പക്ഷേ ചേച്ചി ഇങ്ങനെ മാറിപ്പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. കനകദുർഗ മകൾക്കൊരു മുന്നറിയിപ്പ് നൽകി. മോളെ, നീ അങ്ങോട്ടേക്ക് ചെന്നാലും നീ സൂക്ഷിക്കണം. ജലജയുടെ സ്വഭാവം ഇപ്പോൾ ആകെ മാറിക്കാണും. അഭി ജയിലിലായതിന്റെ ദേഷ്യം അവൾക്ക് എല്ലാവരോടും ഉണ്ടാവും. അവർ എന്തെങ്കിലും കുതന്ത്രങ്ങൾ ഒപ്പിക്കും. അതുകൊണ്ട് നീ കരുതിയിരിക്കണം. അതേസമയം അനന്തപുരിയിൽ ആദർശ് ഉറക്കം വരാതെ ഹാളിലെ സോഫയിൽ വന്നിരിക്കായിരുന്നു. അവന്റെ മുഖത്ത് വിഷമം കണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് വന്നു. എന്താടാ നീ ഉറങ്ങാത്തത്? അമ്മയുടെ ചോദ്യത്തിന് അമ്മ ഉറങ്ങിയില്ലേ എന്നായിരുന്നു ആദർശിന്റെ മറുചോദ്യം. ഇല്ലെന്നേ, നയനമോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു സുഖവുമില്ല, ഉറക്കവും വന്നില്ല, ദേവയാനി പറഞ്ഞു. പിന്നീട് അമ്മയും മകനും നയനെക്കുറിച്ച് വാചാലയായി. അവൾ ഈ വീടിന്റെ ജീവവായുവായി മാറിയെന്നും അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നുമുള്ള അവസ്ഥയിലായിരുന്നു അവർ. ഒടുവിൽ നേരം വെളുത്തപ്പോൾ ഉടനെ തന്നെ പോയി നയനെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് ആദർശ് തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ നയന പോവാനായി തയ്യാറായി നിൽക്കുകയായിരുന്നു. കനകദുർഗ ചായയുമായി വന്നപ്പോൾ നയന പറഞ്ഞു, രാവിലെ തന്നെ ആദർശേട്ടൻ വരും അമ്മേ, എനിക്ക് പോവണം, അല്ലെങ്കിൽ അമ്മക്ക് അവിടെ വിഷമമാവും. മകളുടെ സന്തോഷം കൊണ്ട് കനകദുർഗ പറഞ്ഞു, സാരമില്ല, മോള് പോയിക്കോ. 7 മാസം കഴിയുമ്പോൾ പ്രസവത്തിന് ഇങ്ങോട്ടേക്ക് വരില്ലേ, അപ്പൊ മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം. പറഞ്ഞതുപോലെ തന്നെ ആദർശ് രാവിലെ എത്തി. നയനെ കാണാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞ് എല്ലാവരും ആദർശിനെ കളിയാക്കി. എന്നാൽ ആദർശ് വിട്ടുകൊടുത്തില്ല. അമ്മയാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അമ്മക്കാണ് അവളെ കാണാതിരിക്കാൻ വയ്യാത്തത് എന്ന് അവൻ തിരിച്ചടിച്ചു. യാത്ര തിരിക്കുന്നതിന് മുൻപേ തന്നെ കനകദുർഗ വീണ്ടും ഓർമ്മിപ്പിച്ചു, മോളെ, അവിടെ ചെന്നാൽ നീ നന്നായിട്ട് ശ്രദ്ധിക്കണം. ജലജ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കും. ഇത് കേട്ട ആദർശ് ഗൗരവത്തോടെ പറഞ്ഞു, അപ്പച്ചിയെ മാത്രമല്ല നവ്യയും സൂക്ഷിക്കണം. അവളിപ്പോൾ സാധാരണ രീതിയിലൊന്നുമല്ല ചിന്തിക്കുന്നത്. അഭി ജയിലിൽ നിന്നും ഇറങ്ങി വന്ന അവർ ആ വീടിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. പക്ഷേ പരിധി വിട്ട മുത്തശ്ശൻ അവൻ ആ വീട്ടിൽ നിന്നും പുറത്താക്കും. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്.
പോവാൻ നേരം ആദർശ് നന്ദുവിനോട് വേറെ വിവാഹാലോചനകൾ വല്ലതും വന്നോ എന്ന് തിരക്കി. എന്റെ പൊന്നോ, വേറൊന്നും വന്നിട്ടില്ല. ആദർശ് ഏട്ടനായിട്ട് ഇനി ഇങ്ങോട്ടേക്കൊന്ന് കൊണ്ടുവരരുതേ എന്ന് നന്ദു കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ആദർശ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അതിനൊന്നും ഇടപെടുന്നില്ല. ഇപ്പൊ അനിയും നന്ദുവും ഒന്നിക്കുന്നതിൽ എനിക്കോ നയനക്കോ എതിർപ്പില്ല. പക്ഷേ അച്ഛനെയും അമ്മയെയും സമ്മതിപ്പിക്കുക എന്നാണ് വലിയ കടമ്പ. ഇത് കേട്ടപ്പോൾ അച്ഛനും അമ്മയും സമ്മതിച്ചിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ എത്ര എളുപ്പമായി പോയേനെ എന്ന് നന്ദു ഓർത്തുപോയി. ആദർശും നയനയും കാറിൽ കയറി പോകുന്നത് മുകളിലിരുന്ന നിലയിൽ നിന്നും നവ്യ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നയനയുടെ സന്തോഷം കാണുമ്പോൾ നവ്യയുടെ ഉള്ളിൽ അസൂയയുടെ കനലെരിഞ്ഞു. അവളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ കുഞ്ഞുണ്ടായി. ആ കുഞ്ഞാ വീട്ടിൽ വളരുന്നു. എന്നിട്ടും അവൾക്കൊരു കുഴപ്പമില്ല. അവൾ സന്തോഷവതിയായി തന്നെ ജീവിക്കുന്നു. എന്റെ ജീവിതമാണെങ്കിൽ ആകെ നശിച്ചു. ഒരവസരം കിട്ടിയ എല്ലാവരുടെയും സന്തോഷം ഞാൻ അങ്ങ് തല്ലിക്കെടുത്തു, നവ്യ മനസ്സിൽ ഉറപ്പിച്ചു. അനന്തപുരിയിലെത്തിയ നയനയെ കാത്ത് ദേവയാനി ഇരിക്കുന്നുണ്ടായിരുന്നു. ഫോണിൽ നയനയുടെ ഫോട്ടോ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ദേവ്യന്റെ കണ്ണ് പൊത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നയൻ അങ്ങോട്ടേക്ക് എത്തി. എന്റെ മരുമകൾ എന്നെ തൊട്ടാൽ തന്നെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട എന്നും പറഞ്ഞ് ദേവയാനി സന്തോഷത്തോടെ അവളെ സ്വീകരിച്ചു. മോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കൊരു ഉന്മേഷവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേവയാനി മരുമകളെ ചേർത്ത് പിടിച്ചു. അങ്ങനെ അടുക്കളയിൽ എത്തിയ നയനയെ കാത്ത് ജാനകിയും ഉണ്ടായിരുന്നു. അത്ഭുതകരമായ മാറ്റമായിരുന്നു ജാനകിയിൽ കണ്ടത്. നയനയ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട ഭക്ഷണമെല്ലാം തന്നെ ജാനകി ഉണ്ടാക്കി വെച്ചിരുന്നു. ഇവിടെ ഇനി രണ്ടടുക്കള എന്ന സമ്പ്രദായം ഇനി വേണ്ട. നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും, ജാനകി പറഞ്ഞു. എന്നാൽ ഒരു മുന്നറിയിപ്പ് നൽകി. എനിക്കിപ്പോ ആരോടും ഒരു ദേഷ്യമില്ല. പക്ഷേ നിന്റെ ആ അനിയത്തിയില്ലേ നന്ദു, അവൾ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരരുത്. അത് ഞാൻ സമ്മതിക്കില്ല. നയനയും ദേവയാനിയും അത് ശരിവെച്ചു. ഞങ്ങളും അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് നയന പറയും. എന്നാൽ നന്ദുനെ ആയിരുന്നു ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് കൂട്ടിക്കൊണ്ടു വരേണ്ടിയിരുന്നത് എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ ഇനി അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ 2 മരുമക്കൾ ഇവിടെയുണ്ടല്ലോ ആ വീട്ടിൽ നിന്നും എന്ന് പറഞ്ഞ് ജാനകി പെട്ടെന്ന് തന്നെ വിഷയമങ്ങ് അവസാനിപ്പിച്ചു. എല്ലാവരും അങ്ങനെ സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാൻ പോയി. ഇതേ സമയം ജയിലിൽ കിടക്കുന്ന അബിയെ കാണാൻ നവ്യ എത്തി. അബിയുടെ മുഖത്ത് പകയും വിദ്വേഷവും നിറഞ്ഞു നിന്നിരുന്നു. തന്റെ അനിയത്തി നയനയാണ് ഇതിനെല്ലാത്തിനും കാരണം. നന്ദുവിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അവളാണ്. അവൾ അവിടെ രാജ്ഞിയെ പോലെ വാഴുന്നു, നമ്മളിവിടെ നരകിക്കുന്നു. അബി നവ്യയുടെ മനസ്സ് വിഷലിപ്തമാക്കാൻ തുടങ്ങി. നിനക്കിപ്പോൾ നിന്റെ വീട്ടിൽ എന്തെങ്കിലും വിലയുണ്ടോ നവ്യേ? നീ ശരിക്കും അവരുടെ മകൾ തന്നെയാണോ, അതോ നിന്നെ അവർ ദത്തെടുത്തതാണോ? ആ വീട്ടിൽ നിനക്കൊരു സ്ഥാനവുമില്ല. അബി അങ്ങനെ ഓരോ വാക്കുകൾ നവ്യയുടെ മനസ്സിനെ കുത്തി നോവിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അബിയുടെ വാക്കുകളെല്ലാം തന്നെ നവ്യയിൽ ആഴത്തിൽ പതിഞ്ഞു. എനിക്കും ഇപ്പോ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അബി. ഇനി നീയും നിന്റെ അമ്മയും പറയുന്നതിനപ്പുറം എനിക്ക് വേറെ ആരുമില്ല. നീ പുറത്തിറങ്ങി വാ, നമുക്ക് കാണിച്ചു കൊടുക്കാം. നവ്യ മനസ്സിൽ പ്രതികാരം ഇട്ടുകൊണ്ട് തന്നെ അങ്ങനെ സംസാരിച്ചു. ഒരെണ്ണത്തിനെയും വെറുതെ വിടരുത്. നമുക്ക് ഒരുമിച്ച് നിന്ന് ആ കുടുംബത്തിനെ കുട്ടിച്ചോറാക്കണം, അബി പകയോടെ പറഞ്ഞു. ആ വാക്കുകളിൽ വിശ്വസിച്ച് പകയുടെ പുതിയൊരു അധ്യായം തുറക്കാൻ തയ്യാറായി നിൽക്കുന്ന നവ്യയെയും അബിയെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ.